أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ أبى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. صدق الله العلي العظيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് തുടരുന്നത്. അതിന് നമ്മൾ പ്രാർത്ഥന, അല്ലെ, ഒരു പ്രാർത്ഥനയാണ്. ഗുഹാവാസികൾ ആ ഗുഹയിൽ കയറിയപ്പോൾ, അതിൽ അഭയം തേടിയപ്പോൾ അവർ നടത്തിയ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ റബ്ബന എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ, ഒരേ സമയം അള്ളാഹുവിൻ്റെ പല വിശേഷണങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു ഖാലിഖാണ്, നമ്മൾ മഖ്ലൂഖാണ്. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ പിന്നെ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് അള്ളാഹു രോഗം വന്നാൽ നമ്മളെ ശിഫ നൽകുന്നവനാണ്, നമുക്ക് പ്രയാസം വരുമ്പോൾ അത് ദൂരീകരിച്ച് തരുന്നവനാണ്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് അതിൽ. അപ്പൊ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ പല രീതികളുണ്ട് അതിൽ. പക്ഷെ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് പ്രാപിക്കാവുന്ന ഏറ്റവും മനോഹരമായ ബന്ധം അള്ളാഹുമായിട്ട് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു, അള്ളാഹു നമ്മുടെ റബ്ബും നാം അവൻ്റെ അബ്ദുമാണ്. അതുകൊണ്ടാണ് മിക്ക പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ള മിക്ക പ്രാർത്ഥനകളിലും റബ്ബന എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. റബ്ബി അല്ലെങ്കിൽ റബ്ബി ജിനുബ്നി വബനി അൻ അബ്ദുൽ അസ്നാം, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി റബ്ബന വതഖബ്ബൽ ദുആ റബ്ബന ലാ തുആഖിദ്ന. അങ്ങനെയൊക്കെ അത് നമ്മൾ വിശദീകരിച്ച സംഗതിയാണ്. റബ്ബ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധാരാളമായിട്ട് വിശദീകരിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദം റഹ്മത്ത്, അല്ലെ. റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. ആ റഹ്മ എന്ന് പറയുന്ന പദത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. റഹ്മ എന്ന പദത്തിന് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു സോഫ്റ്റ്നെസ്, മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, ഒരു മൃദുത്വം. അത് റഹ്മ എന്ന പദം പിന്നെ ഉദ്ദേശിക്കുന്നത്, അത് ദ്യോതിപ്പിക്കുന്നുണ്ട്. അത് അതിൽ അടങ്ങിയിട്ടുണ്ട്, ആ പദത്തിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരോട് തോന്നുന്ന ഒരു സഹതാപം, ഒരു കമ്പാഷൻ, ഒരു സഹാനുഭൂതി. അതായത് ആ സഹാനുഭൂതി നമുക്ക് തോന്നുന്ന ആളോട്, അവർക്ക് വേണ്ടി അവരനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചാലഞ്ച്, അതിനെ മറികടക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ തോന്നുന്ന സഹാനുഭൂതിക്കാണ് എന്ത് പറയാ, റഹ്മ എന്ന് പറയാം. ഈ റഹ്മത്തും നിഅമത്തും, നിഅമത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഅമത്ത്, റഹ്മത്ത്, അനുഗ്രഹം. അനുഗ്രഹം. റഹ്മത്തിന് നമ്മൾ സാധാരണ ഒരു അർത്ഥം പറയാം, മലയാളത്തിൽ അർത്ഥം പറയാം കാരുണ്യം, ഇംഗ്ലീഷിലാണെങ്കിൽ മേഴ്സി എന്നൊക്കെ പറയും. പക്ഷെ അതില് ഈ റഹ്മത്ത് എന്ന് പറയുന്നിടത്ത് ഒരു സ്നേഹം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സഹാനുഭൂതി, ഒരു ലവ് ആൻഡ് മേഴ്സി, സ്നേഹവും കാരുണ്യവും അത് പിന്നെ ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് ഞാൻ അവരോട് റഹ്മത്ത് കാണിക്കുന്നു, ഞാൻ അവളോട് സ്നേഹം കാണിക്കുന്നു അല്ലെങ്കിൽ കാരുണ്യം കാണിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. പക്ഷെ നിഅമ എന്ന് പറയുന്നത് അത് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കുന്നതല്ല. അള്ളാഹു ആവശ്യമില്ലാത്തവർക്കും വേണമെങ്കിൽ ഒരുപാട്, അതായത് ഇപ്പൊ നിഅമത്ത് എന്ന് പറയുമ്പോൾ അനുഗ്രഹം ഒരുപാടുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹം കൊടുക്കും ചിലപ്പോ, അല്ലെ? അങ്ങനെയല്ലേ? പക്ഷെ റഹ്മത്ത് എന്ന് പറയുന്നത് അത് ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കുന്നതാണ്, കേട്ടോ. അതാണ് ഒരു വ്യത്യാസം. ഇനി ഈ റഹ്മത്ത് എന്നുള്ള പദം എങ്ങനെ വന്നു? അത് ശരിക്കും വളരെ അത്ഭുതകരമായ ഒരു പദമാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ
നമ്മളും അള്ളാഹു, പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ റമദാനിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ? അള്ളാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അല്ല, അല്ലാതെയും നമ്മളിപ്പോൾ പള്ളി കയറുമ്പോൾ അള്ളാഹുമ്മ അഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, നമുക്ക് എപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമുണ്ട്, അല്ലെ? അപ്പൊ ആ പദം എങ്ങനെ വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ പദത്തിന്റെ ഒരു പിന്നെ ഉത്ഭവം, അതിന്റെ ഒരു ഒറിജിൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വളരെ പ്രധാനപ്പെട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ലമ്മാ ഖലഖർ റഹിം, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഗർഭപാത്രം, സ്ത്രീകളുടെ ഗർഭപാത്രം സൃഷ്ടിച്ചപ്പോ അള്ളാഹു ഖാല ലഹു, അതിനോട് പറഞ്ഞു, ഈ ഗർഭപാത്രത്തോട് പറഞ്ഞു, അനർ റഹ്മാൻ, ഞാൻ എന്താണ്? കാരുണ്യവാനാണ്. അള്ളാഹു പറയാണ്, ഞാൻ കാരുണ്യവാനാണ്. വ അന്തർ റഹിം, നീ ഈ ഗർഭപാത്രമാണ്. അടുത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന, അവരെ വളർത്തിയെടുക്കുന്ന, അതിനുപയോഗിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു അത് മനുഷ്യന്റെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു അവയവമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഈ ഗർഭപാത്രത്തോട് അള്ളാഹു പറയാണ്, അനർ റഹ്മാൻ വ അന്തർ റഹിം, നിന്റെ പേര് റഹിം എന്നാണ്, ഗർഭപാത്രം എന്നാണ്. ഷഖഖ് ഷഖഖ് എന്താണ്? ഷഖഖ്തു ഇസ്മകി മിൻ ഇസ്മി, നിന്റെ നാമം എന്റെ നാമത്തിൽ നിന്ന് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നു. ഷഖഖ എന്ന് പറഞ്ഞാൽ മുറിച്ചെടുക്കുക എന്നാണ്, ഒരു പാർട്ട് ഇങ്ങോട്ട് മുറിച്ചെടുക്കുക. ഫമൻ വസലക വസൽ വസലത്ഹു, വമൻ വസലക, ആരെങ്കിലും നിന്നെ ചേർത്താൽ അവൻ എന്ത് ചെയ്തു? അവന്റെ ബന്ധം, അതായത് പിന്നെ ഈ ഗർഭപാത്രത്തിൽ നിന്നുണ്ടായ ബന്ധങ്ങളെ ചേർക്കുന്നവൻ, അതായത് ഇപ്പൊ മാതാപിതാക്കള്, സഹോദരി സഹോദരന്മാര്, അങ്ങനെ ഉണ്ടല്ലോ, അത്തരം ബന്ധങ്ങളെ ചേർക്കുന്ന ആളുകളൊക്കെ ഞാനുമായിട്ട് ബന്ധം ചേർത്തു. വമൻ ഖതഅക ബത്തത്ഹു, ആരെങ്കിലും അത് മുറിച്ചു കളഞ്ഞാൽ അവൻ ഞാനുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിന്റെ ആ റഹ്മാനുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞതിന് തുല്യമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമത്തിൽ നിന്ന് എടുത്തിട്ട്, അള്ളാഹു അർ റഹ്മാൻ ആണെങ്കിൽ അത് ഗർഭപാത്രത്തിന്, ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് അതേ പേര് കൊടുക്കുമ്പോൾ ആ ഒരു ബന്ധത്തെ അള്ളാഹുവിന്റെ കാരുണ്യം പോലെ തന്നെ അവിടെയും കാരുണ്യം, അതായത് ഇപ്പൊ നമുക്ക് റഹ്മ എന്ന് പറയുന്ന പദം മനസ്സിലാക്കാൻ ഏറ്റവും യോജിക്കുന്ന ഒരു ഹദീസ് കൂടിയാണത്, ഒരു യോജിക്കുന്ന ഉദാഹരണമാണത്. അതായത് നോക്കൂ, ഇപ്പോ നമ്മള് ഒരു കുട്ടി, ഒരു ചെറിയ പിഞ്ചു പൈതല് ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമ്പോ അവൻ എന്തൊക്കെ ലഭിക്കുന്നു? അവന് സംരക്ഷണം ലഭിക്കുന്നു, അല്ലെ? എല്ലാ ചെറിയ പിഞ്ചു കുഞ്ഞ് രൂപപ്പെട്ടു വരുന്ന ആ ഒരു രക്തപിണ്ഡമായിട്ട്, ആദ്യം ഒരു പിന്നെ ബീജം അണ്ഡവുമായി ചേർന്ന് വരുന്ന ആ ഒരു ഘട്ടം മുതൽ ഒരു പരിപൂർണ വളർച്ചയെത്തിയ കുഞ്ഞായി പുറത്തു വരുന്നത് വരെയുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്ന ഒരു സുരക്ഷിത സ്ഥലമാണ് ഇത്, ഗർഭപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരിപൂർണമായ ശ്രദ്ധയും പരിചരണവും ലഭിക്കുന്നു. രണ്ടാമത്തത്, ഈ കുട്ടി ഗർഭപാത്രത്തിലാകുമ്പോൾ ആ കുട്ടിക്ക് അറിയില്ല അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ, അവന്റെ മാതാവ് അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഈ കുട്ടിക്ക് ഒരിക്കലും അറിയില്ല. കുട്ടി പിന്നെ വലുതാവുമ്പോഴാണ് അവൻ ആ ഒരു ബോധം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആ വലുതാവുമ്പോൾ പിന്നെ മാതാവിനോടുള്ള സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഈ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അവന് ലഭിക്കുന്ന പരിചരണം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ആ അവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ടുമാണ്. അപ്പോ ഇവിടെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്ന കുട്ടിക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ആ ഒരു മാതാവ് അവന് ചെയ്തു കൊടുക്കുന്നു. പക്ഷെ കുട്ടിയെ ഇതുവരെ കാണാത്തൊരു മാതാവ്, അല്ലെ? ഗർഭപാത്രത്തിലെ കുട്ടി രൂപപ്പെടുമ്പോ ആ കുട്ടിക്ക് അറിയില്ലല്ലോ. പിന്നെ സംസാരിക്കുന്ന ഒരു മ്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പം ആ കുട്ടിയുടെ ആവശ്യങ്ങള് മാതാവിന് അറിയാതെ തന്നെ അത് പരിഗണിക്കപ്പെടുകയും അത് നിവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഈ മാതാവ് കുട്ടിയെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ എന്താണ്, ആ കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങുന്നു. എന്ന് മാത്രമല്ല, അത് കുട്ടി വളരുന്നതനുസരിച്ച് ആ സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്
മാതാവിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. പക്ഷെ എന്നാൽ പോലും ആ സ്നേഹത്തിന് ഒട്ടും കുറവില്ലാതെ അത് കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നു. അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അതായത് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വിഷമം എന്ന് പറയുന്നത് കുട്ടി വളരുന്നതിനനുസരിച്ച്, അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ആ പ്രയാസങ്ങൾ കൂടുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ കുട്ടിയോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ സ്നേഹം കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹത്തിലേക്ക് മാതാവ് തീർത്തും എത്തുന്നു. എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ ത്യാഗം സഹിക്കുകയാണ്. രാത്രി ഉറങ്ങാൻ പറ്റില്ല, മര്യാദയ്ക്ക് ഒന്ന് കിടക്കാൻ പറ്റില്ല. എങ്ങനെ കിടന്നാലാണ് കുട്ടിക്ക് സുരക്ഷിതത്വം? ആ സമയത്ത് കുട്ടി ഒരു പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് വയറ്റിൽ ചവിട്ടുന്നുണ്ടാവാം, അല്ലെ? ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം. വളരുന്നതനുസരിച്ച് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പക്ഷെ ആ കുട്ടിയെ അമ്മ സ്നേഹിക്കുകയും മാതാവ് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ ഇത് നമ്മൾ ഈ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ ഒരു കാര്യം, ഓരോ കാര്യങ്ങളും എങ്ങനെയാണോ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ, അതായത് ആ കുട്ടിയുടെ ഹൗസിങ്, അല്ലെ, അവന്റെ വീട് അതാണ്, അവന്റെ ക്ലീനിങ് അവിടെയാണ് നടക്കുന്നത്, അവന്റെ ഫീഡിങ് അവിടെയാണ് നടക്കുന്നത്, അവന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം അവിടെ ഉണ്ട്. ആ കുട്ടിയുടെ എൻറ്റയർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ഗർഭപാത്രം എന്ന് പറയുന്നത് ചെറിയ സ്ഥലമാണ്. ഇതാണ് വാസ്തവത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം. മനസ്സിലാവുന്നുണ്ടോ? അത് പറയാനാണ് ഇത്രയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് റഹ്മത്ത് എന്ന് പറയുന്ന പദം ഇത്രയും ഓൾ എൻകംപാസിങ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരുന്ന ഒരു റബ്ബ്. ആ റബ്ബിന്റെ പേരാണ് അർ റഹ്മാൻ. മനസ്സിലായ? അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തിൽ നമ്മൾ പൊതിഞ്ഞിരിക്കുന്നു. ഏതുപോലെ ഒരു കുട്ടിയെ എങ്ങനെയാണോ മാതാവിന്റെ ഗർഭപാത്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്, ആ കുട്ടി എങ്ങനെയാണോ സംരക്ഷിക്കപ്പെടുന്നത്, അവന്റെ എല്ലാ ആവശ്യങ്ങളും നിവർത്തിക്കപ്പെട്ടു കൊടുക്കുന്നത് പോലെ അള്ളാഹു മനുഷ്യരുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്, അല്ലെ? ഈ ലോകത്തെ ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യൻ, ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളുള്ള മനുഷ്യൻ, അവനും ഓരോ സന്ദർഭത്തിലും എന്താണുള്ളത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിലല്ലേ ഉള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ. ആ കാരുണ്യം നമ്മൾ നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ സംരക്ഷണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തു നിന്ന് ഇല്ലാതാവാൻ എന്താ വേണ്ടത്? ഒരു ചെറിയ കാല് വഴുതി വീണാൽ മതി, അല്ലേ? ഒരു ചെറിയ കാല് വഴുതി വീണാൽ മതി. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചാൽ മതി. നമ്മുടെ ഈ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഏത് സമയവും നിലച്ചു പോകാവുന്ന പ്രവർത്തനങ്ങളാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മതി. പക്ഷെ അതൊന്നും സംഭവിക്കാതെ ഒരു നിശ്ചിത അവധി വരെ അള്ളാഹു നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിൾ, അല്ലെ? ഓരോ ആത്മാവിനും ഒരു സംരക്ഷണം, ഒരു സംരക്ഷിത കവചം അത് തീർത്തിരിക്കുകയാണ് അള്ളാഹു. അപ്പോ നമുക്കൊരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിന് ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ലഭിക്കുന്ന സംരക്ഷണവുമായിട്ട് താരതമ്യം ചെയ്ത് അതാണ് ബന്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെയൊക്കെയോ എത്രയോ മടങ്ങാണ് അള്ളാഹുവിന്റെ കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞൊരു ഹദീസിലുണ്ട്, അള്ളാഹു കാരുണ്യത്തെ 100 പകുത്തു, അല്ലെ? അതിൽ ഒരു ഭാഗം ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും കൊടുത്തു. ഒറ്റൊരു ഭാഗം 100 അള്ളാഹിന്റെ കാരുണ്യത്തെ പകുത്തിട്ട്, അപ്പൊ ഒരു മാതാവ് കുഞ്ഞിനോട് കാണിക്കുന്നത്, ഒരു ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത്, ഒരു മൃഗം അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്നത്, ഇങ്ങനെ സകല ഭൂമിയിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകല മനുഷ്യരും ഇത്രയും കാലം കാണിച്ചു പോകുന്നതും ഇനി കാണിക്കാൻ പോകുന്നതുമാക്കിയിട്ടുള്ള എല്ലാ കാരുണ്യം ഉണ്ടല്ലോ, കാരുണ്യത്തിന്റെ ഒരു കടലാണ് അവരെന്നൊക്കെ പറയാറില്ലേ, നമ്മൾ അങ്ങനെ വിശദീകരിക്കാറില്ലേ? അപ്പൊ അത്തരം സംഗതികളൊക്കെ ഈ 100 കാരുണ്യത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ്. ബാക്കി 99 കാരുണ്യവും അള്ളാഹു അവനിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്നു. അത് നമുക്ക് നിരന്തരമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, പരലോകത്ത് ഇതിനേക്കാൾ അപ്പുറം അത് ലഭിക്കുകയും ചെയ്യും. അപ്പോ ഈ അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ബന്ധം, അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത, ദുനിയാവിലെ ഏതെങ്കിലും ഒരു കാരുണ്യവുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധമാണ്. ഒരു പാരലൽ നമുക്കതിൽ കണ്ടെത്താൻ പറ്റില്ല ഒരിക്കലും. അതിനപ്പുറത്തേക്കുള്ള അതിവിപുലമായ വിശാലമായ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെത്. കേട്ടോ?
ഇനി അർ റഹ്മാൻ എന്ന് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അതിലൊരു പ്രത്യേകമായിട്ട് മറ്റൊരു സൂചന കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അറബി ഭാഷയിൽ ഒരു പദം ഫഅലാൻ വസനിൽ പറഞ്ഞാൽ, അതായത് ഇപ്പോൾ അത്ഷാൻ, ഗൽബാൻ എന്നൊക്കെ പറഞ്ഞാൽ, ഫുർസാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ അത്തഷ എന്ന് പറഞ്ഞാൽ, അത്തഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്തഷ് പറ എല്ലാവരും. ദാഹം ആ, ദാഹം. ദാഹിക്കുന്നു. ദാഹം. അത്തുഷ എന്ന് പറഞ്ഞാലോ ദാഹം. വളരെയധികം ദാഹി അപ്പൊ എനിക്ക് ഇപ്പൊ ദാഹിക്കുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി ഐ ഫീൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി എന്നർത്ഥം. ഗളിബ എന്ന് പറഞ്ഞാല് കോപിച്ചു. കോപിച്ചു. ഗൽബാൻ പറയുമ്പോഴോ കോപക്കാരൻ. ഞാൻ ആ പറയണ സമയത്ത് എനിക്ക് കോപമുണ്ട്. മനസ്സിലായോ? അതുപോലെ ഫുർസാൻ, ഫുർസാൻ എന്ന് പറഞ്ഞാല് അശ്വരൂഢൻ, കുതിരപ്പുറത്ത് കയറിയ ആള്. ആ പറയുന്ന സമയത്ത് ആള് കുതിരപ്പുറത്താണ് എന്നർത്ഥം. അതുപോലെ അപ്പൊ അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പറയുന്ന സമയത്ത് അള്ളാഹു നമ്മൾ അതിനെക്കുറിച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് കാരുണ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാ നമ്മൾ അനുഭവിക്കുന്ന കാരുണ്യം? നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖല എടുത്തു നോക്കൂ, ഓരോ രംഗങ്ങളും എടുത്തു നോക്കൂ, ഓരോ നിമിഷവും എടുത്തു നോക്കൂ, അള്ളാഹുവിന്റെ ആ കാരുണ്യം നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ചോദിക്കണം എന്താ പറഞ്ഞ? ഫൈൻ, അതാണ് ഒന്ന്. പിന്നെ അർ റഹ്മാൻ. ഇനി അപ്പോ ഒരു റഹ്മ, ഇപ്പൊ ഇവര് അള്ളാഹിനോട് ചോദിക്കുന്ന ആ റഹ്മ എന്ന് പറയുന്നത് ആ ഒരു പറയുന്ന സമയത്ത്, ചോദിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ലഭിക്കുന്ന ഒരു പ്രത്യേകമായ കാരുണ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഏതെങ്കിലും വ്യത്യസ്തമായ ഒരു സമയത്ത് പിന്നെ ഒരു പൊതുവായ ഒരു കാരുണ്യത്തെ കുറിച്ചല്ല നമ്മൾ പലപ്പോഴും ചോദിക്കാൻ, മറിച്ച് നമ്മൾ ആ ചോദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്ക് ലഭിക്കേണ്ടുന്ന ഒരു കാരുണ്യത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ആവശ്യമനുസരിച്ച്, അവന്റെ സന്ദർഭം അനുസരിച്ച്, അവൻ ഏത് അവസ്ഥയിലാണോ, ഏത് ദിവസത്തിലാണോ, ഏത് മൊമെന്റിലാണോ അപ്പോഴൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരുണ്യമാണ് അള്ളാഹുവിൻ്റെത്. അല്ലാതെ ഒരു പൊതുവായിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പൊ ഇവര് എന്താ പ്രാർത്ഥിക്കുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയോ? ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, നമുക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന, അനിവാര്യമായും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിത്. യാ റബ്ബ്, അല്ലെ, റബ്ബന, ഞങ്ങളുടെ നാഥ, ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആ സ്പെഷ്യൽ വോൾട്ടിൽ നിന്ന്, സ്പെഷ്യൽ ഒരു, അല്ലെ, ലദുൻക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ പ്രത്യേകമായ ഒരു നിന്റെ ആ നിധിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണേ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അവര് രണ്ട് കാര്യമാണ് ചോദിക്കുന്നത്. ഒന്ന് എന്താണ്? കാരുണ്യം ചോദിക്കുന്നു അള്ളാഹുവിനോട്. അതായത് അവരിപ്പോ അവരുടെ ഒരു സിറ്റുവേഷൻ എന്താ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കൂടുതൽ വിശദീകരിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അവരൊരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയിൽ നിന്ന് ഓടി പോന്നിരിക്കുകയാണ്. ആ ഓടി പോകുന്ന സന്ദർഭത്തില് അവർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമുണ്ട്. ഇപ്പൊ ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? അവരെ സംബന്ധിച്ചിടത്തോളം അവർ അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമുണ്ട്. അപ്പോ ആ കാരുണ്യം അതെന്താണത്? പിന്നെ ഒരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പിന്നെ പറയുന്ന പ്രാർത്ഥന വഹയ്യലനാമിൻ അംരിന റഷദ, ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ ഞങ്ങൾക്ക് ഒരു റഷദ് നൽകണം, തൻ്റെ ഇടം നൽകണം, അല്ലെങ്കിൽ ഒരു ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നൽകണം. അത് അവരുടെ ഒരു ഇമ്മീഡിയറ്റ് പ്രശ്നമാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ വിശദീകരിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പിന്നെ നമ്മൾ റബ്ബ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു മര്യാദ. അതാണ് നമ്മൾ അള്ളാഹിനോടൊന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ സ്പെസിഫിക് ആയിട്ട് അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കാനുള്ള ഒരു സ്നേഹം, നമ്മൾ അവനോട് പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം, ഒരു വിനയം, അതുപോലെ തന്നെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ റബ്ബ് എന്ന് നമ്മൾ അള്ളാഹിനെ വിളിക്കുമ്പോൾ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പം മലയാളത്തിൽ തന്നെ അതായിട്ടുണ്ട്. റബ്ബ് എന്നുള്ളൊരു പദം അറബിയായിട്ട് തന്നെ നമുക്ക് തോന്നുള്ളൂ. എൻ്റെ റബ്ബേ, അല്ലെ, എല്ലാവരും വിളിക്കുന്ന ഒരു, ഏത് സന്ദർഭത്തിലും വിളിക്കുന്ന ഒരു വാക്കാണത്. ഒരു ഒരു അറബി പദമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം എന്താ? അതിലൊരു സ്നേഹം അടങ്ങിയിട്ടുണ്ട്, ഒരു വിനയം അടങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അടങ്ങിയിട്ടുണ്ട്.
അപ്പൊ അതാണ്. ഇനി ഇമാമ ഷങ്കൈത്തി ഇതിനെക്കുറിച്ച് റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇതിന്റെ അകത്ത് അവർ ചോദിച്ച റഹ്മത്തില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഞങ്ങൾക്ക് ഭക്ഷണം വേണം, ഗൈഡൻസ് വേണം, അതായത് ഒരു അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആ, കൃത്യമായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം, പിന്നെ സംരക്ഷണം വേണം. അപ്പോ എന്തുകൊണ്ടാണ് ഭക്ഷണം ഇതിൽ പെട്ടെന്ന് ചോദിച്ചാൽ, കാരണം അവർ പോകുന്നത് എങ്ങോട്ടാ? ഒരു ഗുഹയിലേക്കാണ് അല്ലെ? ആ ഗുഹയിൽ പോയാൽ അവിടെ നിന്ന് എപ്പോ പുറത്തു വരാൻ പറ്റുമെന്ന് അവർക്ക് അറിയോ? ഇല്ല. എത്ര കാലം അവിടെ ആ ഗുഹയിൽ താമസിക്കേണ്ടി വരും? ഈ രാജാവ് ഞങ്ങളെ പിടിക്കാൻ വേണ്ടി വരുന്നു, ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു. ഈ ഗുഹയിൽ നമുക്ക് അഭയം തേടിക്കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്കുള്ള ഒരു 3-4 വർഷത്തേക്കുള്ള ഭക്ഷണമായിട്ടല്ലല്ലോ അവർ പോകുന്നത്. അവരങ്ങ് പെട്ടെന്ന് കിട്ടിയതും കയ്യിൽ കിട്ടിയത് അല്ലെങ്കിൽ ഇട്ട വസ്ത്രമൊക്കെ ആയിട്ട് അവരങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ഭക്ഷണം വേണം എന്ന ഒരു സൂചന അതിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ അല്ലെ, അവർ ആ ദീൻ സംരക്ഷിക്കാനാണ് ഈ ഗുഹയിലേക്ക് പോകുന്നത്. ആ ദീനില് മുറുകെ പിടിച്ച് നിൽക്കാനുള്ള, അതിനെ സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് അതിനെ മുറുകെ പിടിച്ച് നിൽക്കാനുള്ള ഒരു ഹുദ, ഒരു ഗൈഡൻസ് അത് ഞങ്ങൾക്ക് വേണം. പിന്നെ ഒരു സംരക്ഷണം വേണം. കാരണം ആ ഗുഹ എന്ന് പറയുന്നത് ഒരു അൺസേഫ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലെ, ഒരു സുരക്ഷിതമായ സ്ഥലമല്ല. ഏതൊരു ഗുഹയാണ് ആകട്ടെ, ഒരു മലയുടെ മുകളിലോ ഒരു കാട്ടിന്റെ അകത്തോ ഒക്കെ ഉള്ള ഗുഹ എന്ന് പറയുന്നത് പലപ്പോഴും എന്തായിരിക്കും? ഒരു സുരക്ഷിതമല്ലാത്ത സ്ഥലമായിരിക്കും. അവരാകട്ടെ ഓടിപ്പോകുന്നത് നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിന്നാണ്, ഒരു നാട്ടിൽ നിന്നാണ് ഓടിപ്പോന്നിരിക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് സംരക്ഷണം വേണം. നാലാമത്തെ ഒരു സംഗതി അവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള മാപ്പാണ്, ഫൊർഗിവ്നെസ് ആണ്. അപ്പോ നമുക്ക് ഇത്തരം ഒരു ഞാൻ അത് പിന്നെ ഷൻഖൈത്തിയുടെ, ഇമാം ഷൻഖൈത്തിയുടെ ഈ ഒരു വിശദീകരണം പറഞ്ഞെന്താന്ന് വെച്ചാല്, നമുക്ക് ഇതൊക്കെ വേണ്ട സന്ദർഭത്തിൽ, അതായത് ഭക്ഷണം, സംരക്ഷണം, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഒരു പ്രത്യേകമായ ഒരു സുരക്ഷ, ഒരു ഗൈഡൻസ്, ഒരു ഹുദ, ഒരു എല്ലാ അർത്ഥത്തിലും ഒരു സുരക്ഷിതത്വം, ഇതൊക്കെ വേണ്ട ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒറ്റ വാചകത്തിൽ ഒരു സംഗതി പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതാണ് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. റഹ്മ എന്ന് പറയുന്നതോടുകൂടി ഇതെല്ലാം അതിൽപ്പെട്ടു. ഏതുപോലെ? അതിനാണ് ഞാൻ നേരത്തെ ആ കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞത്, കുഞ്ഞിന്റെ ബേബി. ആ ബേബിക്ക് അവിടെ എന്തൊക്കെ ലഭിക്കുന്നു? മാതാവിന്റെ ഗർഭപാത്രത്തില് പ്രൊവിഷൻ, ഫുഡ് ഉണ്ട്, ഹൗസിംഗ് ഉണ്ട്, ക്ലെൻസിങ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഒരു സുരക്ഷിതത്വമുണ്ട്, സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഫുഡ് ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട് അല്ലെ? ഫുഡ്, അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണ്. നർച്ചറിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോ ആ ഒരു, അതായത് അത്രയും വേണ്ട, നമുക്ക് ഒരുപാട് സംഗതികൾ വേണ്ട സന്ദർഭത്തിൽ, ഇതെല്ലാം വളരെ അത്യാവശ്യമുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. ഇനി ഇബ്നു ആഷൂർ അതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, ഇവിടെ ഫഖാലു എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞല്ലോ, അതായത് ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹഫി ഫഖാലു. ആ അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുന്നത് തഅഖീബാണ്. എന്ന് പറഞ്ഞാൽ തൊട്ടുടനെ ആ ഗുഹയിൽ അവര് കയറി അഭയം തേടിയ ഉടനെ തന്നെ അവർ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന. എന്ന് പറഞ്ഞത് ഇമ്മീഡിയറ്റ്, അതാണ് തഅഖീബ് എന്ന് പറഞ്ഞാൽ. കേട്ടാ, ഒരു പ്രത്യേകമായിട്ടുള്ള കാരുണ്യത്തെക്കുറിച്ച് അവർ ചോദിച്ചു. അതായത് അവർ ചോദിച്ചത് ഈ ലോകത്തെയും പരലോകത്തെയും ഏറ്റവും നല്ല സംഗതികൾ ഞങ്ങൾക്ക് നൽകണം എന്നതായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ ചുരുക്കം എന്നാണ് ഇബ്നു ആഷൂർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന്റെ ഒരു ഔദാര്യത്തിൽ നിന്ന് അവന്റെ പ്രത്യേകമായ കാരുണ്യം കിട്ടണം. അമിൻ ലദുൻക എന്ന് പറഞ്ഞതിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തെ നമ്മൾ എടുത്തു പറയുന്നുണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ അവരുടെ ദീൻ, അവർക്ക് അവരുടെ മതപരമായ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരണം എന്ന പ്രാർത്ഥന അതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവർക്കറിയാം ഞങ്ങള്, അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ഇമാം ഇബ്നു ആഷൂർ, അദ്ദേഹം താഹിർ ഇബ്നു ആഷൂർ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മുടെ ദീൻ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം, റിവാർഡ്, അതും വളരെ മനോഹരമായിരിക്കും, ഏറ്റവും ഗ്രേറ്റ് ആയിരിക്കും. അതായത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ കാണാം, ചില സ്ഥലങ്ങളിൽ ഒരു മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. ഇപ്പം റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിൽ, അതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ വരിക, ഒരു മുസ്ലിം പേരുകാരന് ഇപ്പൊ ഒരു ട്രെയിനിലോ ഒരു
പൊതുസ്ഥലത്തോ പ്രത്യക്ഷപ്പെടുന്നതിന് ഭയങ്കരമായ പ്രശ്നങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ നടക്കുന്നത്, അല്ലെ? അപ്പോ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ ദീൻ മുറുകെ പിടിക്കുമ്പോൾ ആ ദീൻ മുറുകെ പിടിക്കുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന സാക്രിഫൈസ് ഉണ്ടല്ലോ, ത്യാഗം, അത് വലുതാകും തോറും അതിന് തിരിച്ചു ലഭിക്കുന്ന പ്രതിഫലവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന റിവാർഡും വളരെ വലുതായിരിക്കും. കാരണം എന്താ? നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ത്യാഗമൊക്കെ സഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആ ഒരു മീനിങ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. മിൻ ലദുൻക എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നത് സംതിങ് സ്പെഷ്യൽ, കേട്ടാ. മിൻ മിൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് മാത്രം ഒറിജിനേറ്റ് ചെയ്യുന്ന, അവനിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച്, ഒരു ഒരു പിന്നെ എന്താ, അവനിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടുന്ന ഒരു കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ക്രിസ്ത്യൻ വേർഷന് ഇത് വളരെ ഘടകവിരുദ്ധമായിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. കാരണം ക്രിസ്ത്യാനികൾ പൊതുവെ വിശ്വസിക്കുന്നത് എന്താ? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ആണ് കാരുണ്യത്തിന്റെ ആള്. പക്ഷെ യഹോവ പലപ്പോഴും എന്താണ്? ഒരു കോപിഷ്ഠനാണ്. നമ്മൾ ക്രിസ്ത്യൻ ലിറ്ററേച്ചറൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബൈബിളാകട്ടെ, ബൈബിളിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള മറ്റ് അവരുടെ കഥകളിലാകട്ടെ ഒക്കെ കാണുന്നത് യേശു ക്രിസ്തു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആളാണ് എന്ന് പറഞ്ഞാൽ ഈസാ നബി, നമ്മളെ സംബന്ധിച്ച് ഈസാ നബി. പക്ഷെ യഹോവയോ, അതായത് ദൈവം, കർത്താവ് എന്നവർ വിളിക്കുന്ന ആള് പലപ്പോഴും ദേഷ്യത്തിന്റെ പ്രതീകമാണ്. പക്ഷെ ഇവിടെ ഈ ഗുഹാവാസികൾ ക്രിസ്ത്യൻ സെവൻ സ്ലീപ്പേഴ്സിന്റെ കഥയിലൊക്കെ പറയുമ്പോൾ അത് അവർ ജീസസിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ജീസസിനോട് കാരുണ്യം ചോദിച്ചു എന്നാണ്. പക്ഷെ ഖുർആൻ അതിന് ഘടകവിരുദ്ധമായിട്ട് പറഞ്ഞ അവർ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? നേരിട്ട് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യം സ്പെസിഫിക് ആയിട്ട് തന്നെ അവർ ചോദിച്ചു വാങ്ങിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ആ കാരുണ്യത്തിന്റെ പ്രതീകം നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ തന്നെ കാരുണ്യം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് റഹ്മാൻ, റഹീം എന്ന പേര് തന്നെ അള്ളാഹുവിൽ വന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ലദുൻ എന്ന് പറയുന്ന പദം, അത് അള്ളാഹു പൊസസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുവിലേക്ക് ആരോപിക്കപ്പെട്ട ഒരു, അവനിലേക്ക് ചേർക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതും എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സൃഷ്ടിയും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പോൾ ആ കാരുണ്യത്തെ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങളുടെ ദീനുമായിട്ട് വിശ്വാസവുമായിട്ട് ഓടിപ്പോന്ന ഈ ഒരു ഘട്ടത്തിൽ ആ കാരുണ്യം പ്രത്യേകമായി ചൊരിഞ്ഞു തരണേ എന്നുള്ള ഒരു ഉദ്ദേശം അതിലുണ്ട്, കേട്ടാ. ഓക്കെ. പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം. ഇപ്പൊ നോക്കൂ, ഈ യുവാക്കള്, അല്ലെ, ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബിറഹം, പിന്നീട് അതിനുശേഷം വരുന്നുണ്ടത്. ഈ യുവാക്കൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു, അല്ലെ. അവര് നോക്കൂ, അവര് ഈ ഗുഹ അൽ കഹഫ്, ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹഫ് എന്നാ പറയുന്നത്, ഇലാ കഹഫ് എന്നല്ല, ഏതോ ഒരു ഗുഹയിലേക്കല്ല പോകുന്നത്. അവർക്ക് നേരത്തെ പരിചയമുള്ള ഒരു ഗുഹയാണ്. അപ്പൊ ഇടക്കിടക്ക് വന്ന് മല കയറാറുണ്ടായിരുന്നു. അവർ ട്രക്കിങ്ങും ഒക്കെ നടത്തുന്ന ചെറുപ്പക്കാർ വളരെ ചെറിയ പ്രായത്തിൽ അവർ ഏറ്റവും കൂടുതൽ നല്ല റിച്ച്നെസ് ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ, ആ പ്രായത്തിലാണ് അവരുടെ ദീനുമായിട്ട് ഈ ഒരു 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 കുടുസായിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ചോദിക്കുന്നതിൽ ആ ഒരു മീനിങ്ങും കൂടി അതിലടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വിട്ടേച്ചു പോന്ന സുരക്ഷിത ജീവിതം ഉണ്ടല്ലോ, ഞങ്ങൾ വിട്ടേച്ചു പോന്ന സമ്പന്ന ജീവിതം, ആഡംബര ജീവിതം, ആ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അത്ര ഇല്ലെങ്കിലും ഇപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുത്ത ഈ ജീവിതത്തിൽ, ഈ കുടുസായ ജീവിതത്തിൽ നിന്റെ കാരുണ്യമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാരുണ്യം നീ ഞങ്ങൾക്ക് തരണേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്, കേട്ടോ. ഓക്കെ. ഇനി ഇതിലേറ്റവും പ്രധാനം വളരെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകിച്ച് റഹ്മത്ത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഗുഹാവാസികൾക്ക് അറിയാമായിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ കഥ പറയുമ്പോൾ അവർ 300 വർഷം അല്ലെങ്കിൽ 300 ചില്ലാൻ വർഷം ഉറങ്ങും, അതിനുശേഷം അവർ എഴുന്നേക്കും എന്നൊക്കെ നമുക്ക് ഇപ്പൊ അറിയാം. പക്ഷെ ആ ഗുഹാവാസികളുടെ അപ്പുറത്തെ ഒരു മെന്റാലിറ്റി എന്തായിരിക്കും? അവർ ഗുഹയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വല്ല രക്ഷ ഉണ്ടാവോ, ഞങ്ങൾ എപ്പോൾ രക്ഷപ്പെടും, ഞങ്ങൾക്ക് വല്ലതും കിട്ടുമോ, ഇതൊന്നുമില്ലാത്ത അവസ്ഥയിൽ അവരുടെ ഏക പ്രതീക്ഷ ഈ പ്രാർത്ഥനയിലാണ്. അവർ ഒരു ശുഭാപ്തി വിശ്വാസം കൈക്കൊള്ളേണ്ടതിൻ്റെ ഒരേ ഒരു കാരണം എന്താണ്? ഈ പ്രാർത്ഥനയാണ്.
അപ്പൊ മനസ്സിലാണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളിലും നമുക്ക് പ്രാർത്ഥന ഒരു ആത്മവിശ്വാസം തരണം. പ്രാർത്ഥനയിൽ ആത്മവിശ്വാസം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്, ദ പവർ ഓഫ് ദ പ്രേയർ, അല്ല, പ്രേയറിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ ആത്മവിശ്വാസത്തിന്റെ കാരണം എന്താ? ഞങ്ങൾ ഒരു രാജാവിന്റെ അടുത്ത് നിന്ന് ഒളിച്ചോടിയിട്ട് ആ രാജാവിനേക്കാളും വലിയ ഒരു രാജാവിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്, അവൻ ഞങ്ങളെ സംരക്ഷിക്കും എന്ന ഒരു ആത്മവിശ്വാസം. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരുപാട് ആഡംബരങ്ങളെയും ഭൗതിക സൗകര്യങ്ങളൊക്കെ ത്യജിച്ചിട്ട് ഞങ്ങൾ അത്രയൊന്നും സൗകര്യമില്ലാത്തൊരു ചെറിയ, അല്ലെങ്കിൽ ഒരു കിടക്കാൻ പറ്റുന്ന ഒരു ഗുഹയിലേക്ക് ഞങ്ങൾ പോകുന്നു. അവിടെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും എന്ന ഒരു പൂർണ്ണമായ ആത്മവിശ്വാസമാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അപ്പോൾ എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദുനിയാവിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ഒരൊറ്റ ദുആ അവർ ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് എന്താ ലഭിച്ചത്? 300 വർഷത്തെ ഉറക്കം. 300 വർഷം എന്ന് പറഞ്ഞ ഒരു കിങ്ഡം, ഒരു രാജ്യഭരണം നിലനിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ ഭരണകൂടം നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ചെറിയൊരു അല്ല, ഈ പ്രാർത്ഥന നമുക്ക് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ എന്നുള്ളത് നമുക്ക് 3-4 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റും. 3-4 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് അള്ളാഹു അവർക്ക് ഉത്തരം കൊടുത്തത് 300 ചില്ലാൻ വർഷം നീണ്ടു നിൽക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യും? നിരാശപ്പെട്ട് അതിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉപേക്ഷിക്കും. അതിന് പകരം അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം അത് എത്രയോ ലാസ്റ്റിംഗ് ആണ്, എത്രയോ കാലം നീണ്ടു നിൽക്കുന്നതാണ് എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് നിർബന്ധമായിട്ടും ആ പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മാറ്റാൻ പറ്റാത്ത സംഗതികൾ ഒരുപാടുണ്ടാവും ദുനിയാവിൽ. വി കനോട്ട് ചേഞ്ച് എ ലോട്ട് ഓഫ് സ്റ്റഫ്. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആ മാറ്റാൻ പറ്റാത്ത സന്ദർഭത്തിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സംഗതി എന്താ? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത സംഗതികൾ വരെ അള്ളാഹു മാറ്റിത്തരും എന്ന ഒരു സൂചന ഇതിലടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം, വഹയ്യ ലനാ മിൻ അംരിനാ റഷദ. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ പദം ഹയ്യ എന്നുള്ള പദം പിന്നെ കുറച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പദമാണ്. അതിൻ്റെ അതിൻ്റെ ഒരു പിന്നെ ഫോർമേഷൻ എങ്ങനെയാണ് ആ പദം വന്നിട്ടുള്ളത് എന്നതൊന്ന് ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒറ്റ സെക്കൻഡ്, ഒരു വേർഡ് ഡോക്യുമെന്റ് എടുത്തോട്ടെ. ഓക്കെ, ഷെയർ ചെയ്യട്ടെ. കാണുന്നുണ്ടല്ലോ അല്ലെ? വേർഡ് ഡോക്യുമെന്റ് കാണാലോ അല്ലെ? കാണാൻ പറ്റും. അപ്പം ഹയ്യ ലന അല്ലെ, അങ്ങനെയാണ് പറയുന്നത് അല്ലെ, ഹയ്യ ലന. അപ്പോ ഹയ്യ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, കുറച്ചുകൂടെ വലുതാക്കി കാണിച്ചു തരാം. ഹയ്യ. ഓക്കെ, ഇനി ഇതില് ഖുർആനില് ഈ പദം സൂറത്ത് മാഇദയിലെ 110-ാമത്തെ ആയത്തില് പിന്നെ ഈസാ നബിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഇദ് തഖ്ലുഖു മിനത്തീനി കഹൈഅത്തി തൈർ, കഹൈഅത്തി തൈരി ബിഇദ്നി. അതായത് ഈസാ നബി അലൈഹി സ്വലാമിക്ക് അള്ളാഹു കൊടുത്തൊരു മുഅ്ജിസത്താണ്. ഒരു കളിമണ്ണ് എടുത്തിട്ട് അതൊരു പക്ഷിയുടെ രൂപം, ആ പക്ഷിയുടെ രൂപത്തിലാക്കിയിട്ട് അതിൽ ഒന്ന് ഊതിക്കഴിഞ്ഞാല് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ആ പക്ഷി എന്തായിട്ട് മാറും? പിന്നെ ആ കളിമണ്ണ് എന്തായിട്ട് മാറും? ഒരു പക്ഷിയുടെ രൂപത്തിലേക്കായിട്ട് മാറും കേട്ടാ. ഇതൊരു ഇതാണ്. അപ്പൊ അതിന് ആ പക്ഷിയുടെ രൂപം, അതിന് അള്ളാഹു പറഞ്ഞ പദം എന്താണ്? ഹൈഅത്തി തൈർ. ഹൈഅത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥം? ഷേപ്പ് കേട്ടാ, ഷേപ്പ്. ഓക്കെ, ഇനി
നോക്കൂ ഇതില് ഹയത്ത് തഹയ്യ തഹയ്യ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുക, ടു ഗെറ്റ് റെഡി. കേട്ടാ, ഞാനതിങ്ങനെ മലയാളത്തിൽ എഴുതാം. ആം, ഒരുങ്ങുക, ഒരുങ്ങുക, തയ്യാറാവുക. ഇത് തഹയ്യയുടെ അർത്ഥം. ഹയ്യ എന്ന് പറയുമ്പോ, തഹയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ നമ്മൾ ഒരുങ്ങുക. ഹയ്യ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഒരുക്കുക. കേട്ടാ, അതിന്റെ അർത്ഥം എന്താ? ഒരുക്കുക അല്ലെങ്കിൽ തയ്യാർ ചെയ്യുക, തയ്യാർ ചെയ്യുക. പ്രിപ്പയർ, ടു പ്രിപ്പയർ സംതിങ്. ഹൈഅത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ ഹൈഅത്തിന്റെ അർത്ഥം ഇവിടെ? രൂപം, അല്ല, പക്ഷിയുടെ രൂപം. അപ്പൊ ഹൈഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം. ഇനി സാറ ഹുസ്നുൽ ഹൈ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അയാൾ സാറ ഹുസ്നുൽ ഹൈ എന്ന് പറഞ്ഞ അർത്ഥം അയാള് നല്ല ബെറ്റർ കണ്ടീഷനിലാണ്. നമ്മൾ പറയാറില്ലേ, ഹീസ് ഇൻ എ ഗുഡ് ഷേപ്പ്. ഹീസ് ഇൻ എ ഗുഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ നല്ല ഒരു അവസ്ഥയിലാണ്, കണ്ടീഷനിലാണ്. ഷേപ്പ് അതിന്റെ ഉദ്ദേശം അല്ല, പറയുന്ന പദത്തിന്റെ അർത്ഥം ശരിക്കും ഫിസിക്കൽ ഷേപ്പ് ആണെങ്കിൽ കൂടി അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? ഹീസ് ഇൻ എ ഗുഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളൊരു നല്ല അവസ്ഥയിലാണെന്നുള്ളതാണ്. കേട്ടാ, അതാണ് ഹുസ്നുൽ ഹൈ. ഇനി അതിന്റെ കമാൻഡ് ഫോം എങ്ങനെ വരിക? ഒരാളിപ്പോ തയ്യാറാക്കൂ അല്ലെങ്കിൽ തയ്യാറാകൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കേട്ടാ, കമാൻഡ് ഫോം. നമ്മള് അവയുടെ അവ അവ എന്നതിന്റെ ഒരു കമാൻഡ് ഫോം അമ്ര, സീഗത്തിൽ അമ്ര കഴിഞ്ഞ തവണ പറഞ്ഞ ഓർക്കണ്ടോ? എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഞാൻ എഴുതി വിടാം. വി, അഭയം തേടൂ. അതുപോലെ തയ്യാറാവൂ എന്നതിന് പറയുന്ന അമ്ര ഫോമാണ് ഹാ. കണ്ടോ? ഇതാണ് അതിന്റെ രൂപം. ഓക്കെ, ഇത്ര ഞാൻ പറഞ്ഞെന്തിനാന്ന് വെച്ചാല് അവര് അള്ളഹാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? വഹയ്യ ലന മിൻ അമ്രിന റഷദ. അള്ളാഹുവെ, നീ ഞങ്ങളെ ഹയ്യ ലന, ഞങ്ങൾക്ക് ഒരുക്കി തരണമേ. ഞങ്ങളുടെ സിറ്റുവേഷൻ, ഞങ്ങളുടെ ഷേപ്പ്, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഷേപ്പ് നീ മാറ്റിത്തരണേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഏതൊരു സിറ്റുവേഷനിലാണോ ഉള്ളത് ആ സിറ്റുവേഷനെ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? മാറ്റിത്തരണം. ആ സിറ്റുവേഷനെ നീ മാറ്റിത്തരണം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഈസാ നബിയുടെ ഒരു വാചകമാണ്. ഈസാ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അപ്പോൾ ഇതില് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിന്നെ പോയിന്റ് കൂടെ ഉണ്ട്. അതായത് ക്രിസ്ത്യൻ ട്രഡിഷനില് ഇവര് പറയുന്നത് ഈ ഗുഹാവാസികള് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോ അവർ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അവര് ഉറങ്ങി 300 വർഷം ഉറങ്ങി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് പിന്നെ കുരിശ് കണ്ടു എന്നാണ് പറയുന്നത്. എല്ലായിടത്തും കുരിശ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പൊ അവര് ജീസസിനെ സ്തുതിച്ചു. ജീസസ് എന്ന് പറഞ്ഞാൽ ആരാ? ഈസാ നബിയ. പക്ഷെ അള്ളാഹു ഒരു ഈസാ നബിയുടെ ഒരു പദം എടുത്തിട്ട്, ഈസാ നബി ഉപയോഗിച്ച കഹൈഅത്തി തൈർ എന്നുള്ള ആ പദം ഉപയോഗിച്ചിട്ട് പിന്നെ അള്ളാഹു പറയാണ് ഇവരുടെ ബന്ധം ഈസാ നബി, അതായത് ഈസാ നബി ഉപയോഗിച്ച അതേ പദം ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ഗുഹാവാസികളുടെ കഥ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അള്ളാഹുവുമായിട്ടാണ്, മുസ്ലിങ്ങളുമായിട്ടാണ്, ഇസ്ലാം വിശ്വാസവുമായിട്ടാണ്, അല്ലാതെ ക്രിസ്ത്യൻ അന്നത്തെ ക്രിസ്ത്യൻ ട്രഡീഷനുമായിട്ടല്ല എന്നൊരു സട്ടിൽ റെഫറൻസ് അവിടെ ഉണ്ട് എന്നതും ഇതിലൊരു കൗതുകമാണ്. കേട്ടോ, ക്രിസ്ത്യൻ നറേറ്റീവും ഖുർആനിക് നറേറ്റീവും വളരെ പിന്നെ കോൺട്രഡിക്ടറി ആണ് എന്ന ഒരു സൂചന അവിടെയുണ്ട്. അവര് ആ ഗുഹാവാസികൾ പൂർണ്ണമായിട്ടും തൗഹീദിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അവര് റബ്ബന എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോടാണ് അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത്, ഈസാ നബിയോടല്ല. ഈസാ നബി പോലും ആ പക്ഷിയെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ആ പക്ഷിയുടെ രൂപമാവും, കളിമണ്ണ് എടുത്തിട്ട് ഊതിയാൽ. അപ്പോ അവിടെയൊക്കെ സൂചിപ്പിക്കുന്ന വെച്ചാൽ ഇവർ ഈസാ നബിയുടെ അനുയായികളായിരുന്നു. ഈസാ നബിയും ഇവരും ഒക്കെ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. തൗഹീദായിരുന്നു ഇവരുടെ യഥാർത്ഥ പിന്നെ വിശ്വാസം, അല്ലാതെ ഒരു ക്രിസ്ത്യൻ ട്രഡീഷനില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ചോദിക്കാണോ? അല്ല,
ഇനി റഷദ വഹയ്യ ലന ഹയ്യ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് മനസ്സിലായോ? ഹയ്യ എന്നുള്ളത് എന്താണ് അർത്ഥം പറഞ്ഞ? shape, shape. ഞങ്ങൾക്ക് ഒരുക്കി തരണേ, ഷേപ്പ്, ഞങ്ങളുടെ ചുറ്റുമുള്ള ഷേപ്പ് കണ്ടീഷൻസ് ഒക്കെ മാറ്റി തരണേ എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. ഇനി റഷദ, റഷദ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? റഷദ എന്ന് പറഞ്ഞാല് റഷദയുടെ ഒരു ഗൈഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹുദ അല്ലെങ്കിൽ ഒരു നേരായ വഴി, ഞങ്ങൾക്കൊരു കൃത്യമായിട്ട് എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത് ഒരു വഴി വേണം. ഇതിന്റെ ഓപ്പോസിറ്റ് ഗയ്യ് എന്നുള്ളതാണ് കേട്ടോ. ഞാൻ അതും ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഗയ്യ് ഇപ്പോ അതായത് ഗയ്യ് കേട്ടോ. ഗയ്യ് ഗയ്യ് എന്ന് പറഞ്ഞാല് വഴികേട്, വഴികേട് അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തം, വിഡ്ഢിത്തം എന്നൊക്കെ പറയാം. റഷദ് എന്ന് പറയുമ്പോൾ, റഷദ എന്ന് പറയുമ്പോൾ അത് ഗൈഡൻസ്, ഗൈഡൻസ്, ഒരു പിന്നെ എന്താ പറയാ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിവേകം, വഴി കാണിച്ചു തരിക, വഴി, ഒരു നിർദ്ദേശം എന്നൊക്കെ പറയാം. വഴിന്നുണ്ടാവും, എങ്ങനെ വഴിന്നുണ്ടാവും. വഴി എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു തരിക എന്നുള്ള അർത്ഥത്തിൽ കേട്ടാ. വഴി കാണിക്കുക, അതായത് അവരിപ്പോ അകപ്പെട്ട, അവരെന്താ ചോദിക്കുന്ന, ഈ ഗുഹാവാസികൾ ചോദിക്കുന്ന എന്താ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു വഴി കാണിച്ചു തരണം, ഒരു തീരുമാനം കാണിച്ചു തരണം, അങ്ങനെ പറയാം. ഒരു തീരുമാനം കേട്ടാ. അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഒരു തീരുമാനം എടുക്കാനുള്ള എന്തപ്പോ ചെയ്യാ സംബന്ധിച്ച് അവരൊരു അനിശ്ചിതത്വത്തിലാണ് അല്ലെ. നമ്മൾ പറയില്ല ഒരു ഇൻഡിസൈസീവ്നെസ്. എന്താ ഒരു ഏത് ഡിസിഷൻ എടുക്കുക, ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? ഈ ഗുഹയിൽ വന്നിട്ട് അവർ വാപൊളിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പൊ അവർ പ്രാർത്ഥിക്കണം, വഹയ്യ ലനാ മിൻ അംരിനാ റഷദ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നീ ഉണ്ടാക്കി തരണേ. ഇപ്പൊ ഗയ്യ്, ഗയ്യിന്റെ അർത്ഥം മിസ് ഗൈഡൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പിന്നെ വഴികേട്. അല്ലെങ്കിൽ ഈ ഹുദയും ഹുദ, റഷദ, ഹുദയുടെ ഓപ്പോസിറ്റ് എന്താണ്? വലാല്. വെരി ഗുഡ്. ഹുദ, ഹുദയുടെ ഓപ്പോസിറ്റ് വലാല്. റഷദയുടെ ഓപ്പോസിറ്റ്, റഷദ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗയ്യ്. ഇത് തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഇപ്പം തിരിയണ ഭാഷയെ പറഞ്ഞാൽ, ഇപ്പം എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ ആ വഴി ഒരു ഹൈവേ ഉണ്ടെന്ന് വിചാരിച്ചോ, ഹൈവേ. ആ ഹൈവേയിൽ നമ്മൾ വഴി തെറ്റിയിട്ട് ടേണിംഗ് ഒക്കെ തെറ്റി മാറി മാറി അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഗയ്യ് എന്ന് പറയാം. ലലാൽ എന്ന് പറഞ്ഞാൽ വഴി തന്നെ നമുക്ക് അറിഞ്ഞൂടാ. എറണാകുളത്തേക്ക് പോകേണ്ടതിന് പകരം നമ്മൾ പിന്നെ കോട്ടയത്തേക്കാ പോകണം. അതിനാണ് എന്ത് പറയാ, ലലാൽ. ആ ജേണി തന്നെ നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ജേണി തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത അതിനാണ് എന്ത് പറയാ, ലലാല് പറയാം. ഗയ്യ് എന്ന് പറഞ്ഞാലോ, ഗയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ നിന്ന് ആ വഴിയുടെ ഓരോരോ റൂട്ട് തെറ്റിപ്പോവുക, അതിന്റെ റോഡുകൾ തെറ്റിപ്പോവുക. ഇതിനാണ് എന്ത് പറയാ, ഗയ്യ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ജനറൽ വ്യത്യാസം അതിനകത്തുണ്ട്. ഇനി എന്തിനാണ് ഞാനത് പറയുന്നത് വെച്ചാല്, ഈ ഇപ്പൊ ഉദാഹരണത്തിന് നോക്ക്, മൂസാ നബി അലൈഹി സ്വലാം ഒരാളെ ഇടിച്ചിട്ട് ഒറ്റ ഒരു ഇടിക്ക് കൊല്ലുന്നുണ്ടല്ലോ അല്ലെ. ഒറ്റ ഒരു ഇടിക്ക് ഒരാളെ കൊല്ലുന്നില്ലേ? അയാളെ കുറിച്ച് മൂസാ നബി പറഞ്ഞെന്താ, ഇന്നക ലഗവി, നീ ഒരു പിന്നെ വഴികേടിലായവനാണ്. എപ്പോഴാ അത് പറഞ്ഞത്? അയാളെന്തിനാ ഇടിക്കാൻ കാരണം? മൂസാ നബി അയാളെ ഇടിക്കാൻ കാരണം എന്താ ഓർക്കണല്ലേ? കഥ അറിഞ്ഞൂടാ ആർക്കും? വേറൊരാളുടെ കഴിഞ്ഞ രണ്ടുപേര് ഫൈറ്റ് ആക്കണ്ടേ, നേരത്തെ ഫൈറ്റ് ആക്കി. പക്ഷെ പിറ്റേ ദിവസം അവര് തന്നെ അതിൽപ്പെട്ട ഒരാൾ വീണ്ടും ഫൈറ്റ് ആവുണ്ടായി അല്ലെ. എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, എന്താ കാരണം, ഇന്നലെ നീ ഒരാളെ പിന്നെ ഒരറ്റടിക്ക് കൊന്ന ആളല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ആ രണ്ടാമത് പറഞ്ഞ ആളോടാണ് ഈ പറഞ്ഞത് ഇന്നക്കല്ല കവി. അയാള് ഇന്നലെ അയാൾ ഫൈറ്റ് ചെയ്ത് അയാളെ രക്ഷപ്പെടുത്താനാണ് ഒരാളെ മൂസാ നബി കൊന്നതെന്ന് പറഞ്ഞാൽ അറിയാതെ കൊന്നുപോയത് അല്ലെ. അതേ ആള് രണ്ടാമത് വീണ്ടും ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ് പിറ്റേ ദിവസം. ആദ്യത്തെ ദിവസം അയാളെ രക്ഷപ്പെടാൻ
ഒരു കിബിത്തിയിൽപ്പെട്ട ഒരാളെ ഒറ്റ ഇടി കൊടുത്തപ്പോൾ മൂസാ നബി ഇടിച്ചപ്പോൾ ആൾ മരിച്ചുപോയി. പിറ്റേ ദിവസം അതേ പ്രശ്നത്തിൽപ്പെട്ട അതേ ആള് രണ്ടാമത് വേറൊരു കുഴപ്പത്തിൽ അകപ്പെട്ടപ്പോ മൂസാ നബി അത് ചെല്ലാൻ ചെന്നപ്പോ അയാളാണ് പറഞ്ഞത്, വിളിച്ചു പറഞ്ഞത്, നീയല്ല ഇന്നലെ ഒരാളെ കൊന്നത്. അയാളെ കുറിച്ചിട്ടാണ് മൂസാ നബി പറഞ്ഞത്, ഇന്നക്കല്ല ഗബി, നീ ഒരു എന്ന് പറഞ്ഞാൽ നീ ഒരു തെറ്റായ വഴിയിലൂടെ നടന്നു പോകുന്ന ആളാണ്. ഈ ഗബി എന്ന് പറയുന്നത് ശരിക്ക് ഹുദയുടെ ഓപ്പോസിറ്റ് ആയിട്ട് പിന്നെ ദുർമാർഗത്തിലാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നേരായ ഒരു വഴിയിലൂടെ ചലിക്കേണ്ടതിന് പകരം പല വഴികളിൽ കൂടെ ചലിക്കുന്ന തെറ്റായ വഴി. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനം ഈ റഷദ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന വഹയ്യ ലനാ മിൻ അംരിന റഷദ എന്ന് പറയുമ്പോൾ റഷദില് ഒരു പ്രധാനപ്പെട്ട ഒരു മീനിങ് അടങ്ങിയിട്ടുള്ള എന്താന്ന് വെച്ചാൽ അതൊരു പിന്നെ ഒരാളുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുക, റിഫോമിങ് ദംസെൽസ് ഇൻ ദ ക്യാരക്ടർ. ഒരാളുടെ തന്നെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്നതിന് പറയുന്ന ഒരു പേരാണെന്ത്? റഷദ് എന്നുള്ളത്. അതായത് ഒരു യഥാർത്ഥ പാതയിലൂടെ യഥാർത്ഥ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്യാണ്? സ്വയത്തെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. യഥാർത്ഥ പാതയിലൂടെ പോകുന്നു, പക്ഷെ സ്വയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പോകുന്നു. മറ്റ് വഴികൾ, അതായത് തെറ്റാൻ സാധ്യതയുള്ള വഴികൾ ഉപേക്ഷിച്ചിട്ട് നേരായ വഴിയിലൂടെ പോകുന്നു, അതോടൊപ്പം തന്നെ സ്വയത്തെ ശുദ്ധീകരിക്കുന്നു. റാഷിദ്, അതാണ് അതിന്റെ ഇസ്മു ഫായില്. റാഷിദ് എന്താ അതിന്റെ അർത്ഥം വരിക? റാഷിദ് ഒരു ശരിക്കുള്ള പാതയിലൂടെ ശരിക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്ന് അർത്ഥം വരും കേട്ടാ. ഇവിടെ റാഷിദ് റാഷിദ് നമ്മൾ സാധാരണ അർത്ഥം പറയുന്ന അല്ലെ റാഷിദ്, ശരിക്കും ഈ പറഞ്ഞ ഒരു വഴി സ്വീകരിച്ച ഒരാള്. ഇനി ഖുർആനില് 3 വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് പറയാം. റുഷ്ദ്, റഷദ്. എനിക്കിവിടെ ഹർക്കത്തിടാൻ അറിയാത്തതുകൊണ്ട് അത് നമ്മൾ തിരിച്ചു വായിക്കട്ടെ. റുഷ്ദ്, റഷദ്, റഷാദ്. ആദ്യത്തത് റുഷ്ദ് കേട്ടാ. അതില് ഹർക്കത്തിട്ട് നോക്കട്ടെ. അതാ റുഷ്ദ്. പിന്നത്തത് റഷാദ്. ഈ 3 വാക്കുകളും ഖുർആനിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഫൈൻ, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞെന്താ? റഷദ എന്നല്ലേ. ഇനി റുഷ്ദ് ഉപയോഗിച്ച ഒരു സ്ഥലമുണ്ട് സൂറത്ത് നിസായിലെ 77-ാമത്തെ ആയത്തില്. ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ. ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ എന്ന് ഖുർആനിൽ പറഞ്ഞു. ഇത് ആരെ കുറിച്ചാന്ന് വെച്ചാല് ഒരാൾ മരിച്ചു, അയാൾക്ക് മില്യൺ കണക്കിന് സ്വത്തുണ്ട്, ഒരുപാട് സ്വത്തുണ്ട്. പക്ഷെ അയാൾ മരിച്ചപ്പോൾ അയാളുടെ അനന്തരാവകാശിയായിട്ടുള്ളത് ഒരു മൈനർ ആയിട്ടുള്ള കുട്ടിയാണ്, 10 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയുടെ സ്വത്ത് ആരാ കൈകാര്യം ചെയ്യേണ്ട? കുട്ടിക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കരുത്, ഏറ്റവും അടുത്ത ബന്ധു കൈകാര്യം ചെയ്യണം. പക്ഷെ ആ കുട്ടി ഒരു വിവേകപ്രായം എത്തുമ്പോൾ ആ കുട്ടിയുടെ സ്വത്ത് തിരിച്ചു കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് സൂറത്ത് നിസായിൽ അള്ളാഹ് ഉപയോഗിച്ച പദം ഫൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ. അവന് ഇത്ര വയസ്സാകുമ്പോ, 15 വയസ്സാകുമ്പോ, 18 വയസ്സാകുമ്പോ എന്നൊന്നും അല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെന്താ ഈ പദമാണ് ഉപയോഗിച്ചത്? റുഷ്ദ്. എന്താ അതിന്റെ അർത്ഥം? വേർതിരിച്ച് അറിയാനുള്ള ഒരു പ്രായം. അതായത് ഇന്നത് നല്ല വഴിയാണ്, ഇത് മോശം വഴിയാണ്, ഇതിലെ എൻ്റെ പൈസ ചെലവാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രായത്തിനാണ് എന്ത് പറയാ? റുഷ്ദ് എന്ന് പറയാം. അപ്പൊ റുഷ്ദ് എന്ന് പറഞ്ഞാല് റുഷ്ദ് സാധാരണ യൂസ് ചെയ്യുക ദുനിയാവിന്റെ കാര്യങ്ങളിൽ നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു അതിനാണ് എന്ത് പറയാ? റുഷ്ദ് ഉപയോഗിക്കാം. ഇനി റഷദ് എന്ന് പറയുന്നതോ അത് കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അതെന്താന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ദീൻ, ആത്മീയമായ ദീനിന്റെ ഒക്കെ വിഷയത്തിൽ നമുക്കൊരു തൻ്റെ ഇടം ലഭിക്കാം. അതാണ് റഷദ്. മനസ്സിലാവുന്നുണ്ടോ? റഷദ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പെർട്ടിക്കുലർ ആണ്, സ്പെസിഫിക് ആണ്. റുഷ്ദ് എന്ന് പറയുമ്പോൾ അത് ദുനിയാവിന്റെ കാര്യത്തിലുള്ള തിരിച്ചറിവാണ്. ഇനി റഷാദ് എന്ന് പറയുമ്പോഴോ അറബിയിലൊരു പ്രയോഗമുണ്ട്, കുല്ലമാ തക്കസറൽ അൽഫാൽ തക്കാസറൽ മാന എന്നർത്ഥമുണ്ട്. അതായത് കുല്ലമാ തക്കാസറൽ, ഒരു പദത്തില് അലിഫും യാവും ഒക്കെ കൂടുതലായിട്ട് വന്നാൽ അതിന്റെ മീനിങ്ങിലും ഒരു കൂടുതൽ വരും.
ഇപ്പൊ റഷദ എന്നുള്ള പദം റഷാദ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ തന്റെ ഇടം, കൂടുതൽ വിവേകം. മനസ്സിലായോ? കുല്ലമാ തക്കാസറൽ അൽഫാൽ തക്കാസറൽ മാന എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഈ റഷാദ് ഖുറാനിൽ പ്രയോഗിച്ചത് ഇപ്പോ വഖാലല്ലദി ആമന യാ ഖൗമി ഇത്തബിഊനി അഹ്ദീകും സബീല റഷാദ്. ആര് പറയുന്നതാ? ഫിർഔന്റെ ഒരു പോലീസ് ഓഫീസർ പറയുന്നതാ സബീല റഷാദ്, അഹ്ദിക്കും സബീല റഷാദ്. ഫിർഔൻ, മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിർഔന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു വലിയ കമാൻഡർ, മിലിറ്ററി കമാൻഡർ, അതിൽപ്പെട്ട ഒരാള് വിശ്വസിച്ചിട്ട് അയാള് പിന്നെ ആ ഫിർഔന്റെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നിട്ട്, ഫിർഔനി പാർലമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യൻ പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫിർഔനി പാർലമെന്റിൽ എഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരു വാക്കാണ് യാ കൗമി, അല്ലയോ പാർലമെന്റ് മെമ്പേഴ്സ്, ഇത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ, അഹ്ദിക്കും സബീല റഷാദ്, ഞാൻ നിങ്ങളെ ഏറ്റവും നല്ല തൻ്റെ ഇടമുള്ള യഥാർത്ഥ വിവേകത്തിന്റെ മാർഗം ഞാൻ കാണിച്ചു തരാം. സൂറത്ത് ഗാഫിറിലെ 38-ാമത്തെ ആയത്തിൽ ഈ റഷാദ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പോ ചുരുക്കി പറഞ്ഞ അതിന്റെ അർത്ഥം ഈ റുഷ്ദ്, റഷദ്, റഷാദ് എന്നൊക്കെ പറയുമ്പോൾ, റുഷ്ദ് എന്ന് പറയുമ്പോൾ ഇത്ര മനസ്സിലാക്കുക, ദുനിയാവിന്റെ കാര്യങ്ങളിലുള്ള ഒരു വിവേകം, തൻ്റെ ഇടം, നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം. റഷദ് എന്ന് പറയുമ്പോൾ പരലോകവും ദീനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്കൊരു കൃത്യമായ വഴി, തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ കാണിച്ചു തരണം. റഷാദ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേർഷൻ, കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മളതിനെ മുബാലകമായിട്ട് പറയുന്നു എന്നർത്ഥം. ഓക്കെ, ഇനി ഇത്രയൊക്കെ ഞാൻ വിശദീകരിച്ച എന്തിനാ, ഈ അർത്ഥമൊക്കെ പറഞ്ഞ എന്തിനാ വെച്ചാൽ അവരുടെ പ്രാർത്ഥനയുടെ ഒരു ക്രക്സ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവർ പ്രാർത്ഥിക്കുന്നത് എന്താ, ഇവർ പോകുന്നത് ഈ ഗുഹയിലേക്ക് പോകുമ്പോൾ ഒരു അൺസർട്ടനിറ്റിയാണ്. അവരുടെ മുന്നിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ഒരു അനിശ്ചിതത്വമാണ് അവർക്ക് മുമ്പിലുള്ളത്. എന്താണ് ഞങ്ങൾക്ക് നല്ലത്, എന്ത് സംഭവിക്കും ഞങ്ങൾക്ക്. പക്ഷെ അവർക്ക് ആകെ ഒന്നേ അറിയുള്ളൂ, അള്ളാഹുവാണ് ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുക. അതുകൊണ്ട് അവർ അള്ളാഹിനോട് ചോദിക്കാണ്, ഹയ്യ ലനാ മിൻ അംരിനാ റഷദ, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്കൊരു നല്ല ഒരു തീരുമാനം, നല്ല ഒരു വഴി, നല്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതായത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എളുപ്പമാക്കി തരണേ. വിച്ച് മീൻസ് നമ്മളും ചിലപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും. അതായത് ഇപ്പൊ ഹലാൽ ഹറാമൊക്കെ നമുക്കറിയാം, അല്ല, ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണെന്ന് അറിയാം. പക്ഷെ ചില വിഷയത്തിൽ നമുക്ക് ചിലപ്പോൾ നമ്മളൊരു കൺഫ്യൂഷനിൽ അകപ്പെടും. ഏത് തീരുമാനം എടുക്കും? നമ്മുടെ ദീനിനെ സംരക്ഷിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഭർത്താവ് ദീനിന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്ത ആളാണ്. നമ്മളൊരു ദീനീപരമായ തീരുമാനം എടുക്കുമ്പോൾ അയാൾ അതിനെതിരെ പറയുന്നു. അയാൾക്കെതിരെ പറയണോ, അള്ളാഹിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണോ? നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് സൃഷ്ടികളെ അനുസരിക്കാൻ പാടില്ല. ലാ താഅത്ത ലി ഖൽഖില്ലാഹി ലാ താഅത്ത ലിൽ മഖ്ലൂഖി ഫീ മഅസിയത്തിൽ ഖാലിഖ് എന്നുണ്ട്. അള്ളാഹിനെ ധിക്കരിച്ചിട്ട് ഖൽഖുകളെ നമ്മൾ അനുസരിക്കാൻ പാടില്ല. പക്ഷെ ചില കേസുകളിൽ ഏതാണ് ഇതിൽ അള്ളാഹിനോടുള്ള അനുസരണം, ഏതാണ് ഭർത്താവിനോടുള്ള അനുസരണം എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് വഹയ്യ ലനാ മിൻ അംരിനാ റഷദ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു യുക്തമായ ഒരു തീരുമാനം എടുക്കാൻ. അതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, ഭർത്താവ് എന്നുള്ളത് അല്ലെങ്കിൽ ഭാര്യ എന്നൊക്കെ ഉള്ളത് ഒരു എക്സാമ്പിളാണ്. പക്ഷെ ദുനിയാവിന്റെ പല വിഷയങ്ങളിലും ഹലാൽ ഹറാമ് വ്യക്തമായ വിഷയത്തിൽ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ കാര്യമില്ല. കാരണം അവിടെ നമുക്ക് ഹലാലിന്റെ വിഷയത്തിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ കൺഫ്യൂസ്ഡ് ആകുന്ന പ്രശ്നങ്ങളിൽ, യഥാർത്ഥ വിധി ഇല്ലാത്ത പ്രശ്നങ്ങളിൽ, നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ വഴി എളുപ്പമാക്കി തരണേ എന്നുള്ളത് കേട്ടാ. ഇനി ഈ അമ്ര എന്ന് അല്ലെ, അവര് അമ്രിന എന്ന കാര്യം അവർ പറഞ്ഞല്ലോ, അതിന്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. വഹയ്യ ലന മിൻ അമ്രിന. അതിൽ ഈ മിൻ അമ്രിന എന്ന് പറഞ്ഞതിനെ കുറിച്ച് 3 വിശദീകരണങ്ങളെ പറയുന്നത്. ഒന്ന്, ഞങ്ങളുടെ കാര്യങ്ങൾ ഇപ്പൊ ശരിക്കും നമ്മൾ ആ അർത്ഥം ഒന്ന് ഇതൊക്കെ എഴുതി നോക്കിയപ്പോ, ഉദാഹരണത്തിന് വഹയ്യ ലനാ മിൻ അമ്രിന റഷദ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിന്റെ അർത്ഥം എഴുതാം? ഇപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അതായത്
സാധാരണഗതിയിൽ അതിന്റെ അർത്ഥം എങ്ങനെ വരിക? ഇവിടെ എഴുതി കാണിക്കാം. ഞങ്ങളുടെ കാര്യങ്ങളിൽ കാണില്ലേ? സ്ക്രീൻ കാണില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. ഞങ്ങളുടെ അല്ലെ, ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് അല്ല, ഞാൻ പച്ച മലയാളത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട, ശരിക്കുള്ള ട്രാൻസ്ലേഷൻ അല്ല അത്. ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് മിൻ അമ്രിന, ഒരു തീരുമാനം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അതാണല്ലോ ഈ പ്രാർത്ഥന അല്ലെ? വഹയ്യ ലനാ മിൻ അംറിന റഷദ. മിൻ അംറിന എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഈ മിൻ എന്നുള്ളത് ഒരർത്ഥം അവർ പറഞ്ഞിട്ടുള്ളത് അത് തജ്രീദാണ് എന്നുള്ളതാണ്. തജ്രീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എന്ത് വേണം? ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്കൊരു തീരുമാനം കാണിച്ചു തരണം, ഒരു റഷദ്, ഞങ്ങൾക്കൊരു വിവേകം കാണിച്ചു തരണം. മറ്റൊരർത്ഥം പറഞ്ഞത് തബ്ഗീലാണെന്നുള്ളതാണ്. തബ്ഗീൽ എന്ന് പറഞ്ഞാല് ബഅല്, തബ്ഗീൽ അല്ല, തബ്ഈൽ. ബഅല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബഅല, ചില. അതായത് ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഏതാ കാര്യം? ഇപ്പൊ അവരനുഭവിക്കുന്ന എന്താ? ഗുഹയിലിരിക്കുന്നു അല്ലെ, ഒന്നും അറിഞ്ഞൂടാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ. മൂന്നാമത്തെ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് ഇല്ലത്താണെന്നുള്ളതാണ്. ഇല്ലത്ത് എന്ന് പറഞ്ഞാല് കാരണം. അതായത് ഇപ്പോ അവര് ഈ ഗുഹയിൽ പോകാനുള്ള കാരണം എന്താ? രാജാവ് ഓടിച്ചു വിട്ടതല്ലേ. അവർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു അവസരമില്ല. രാജാവ് അവരെ ബുദ്ധിമുട്ടിക്കാണ്, അന്നത്തെ രാജാവ്. അപ്പൊ അതുകൊണ്ട് അവർ പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ഇപ്പൊ ഞങ്ങൾ ഇതിലെല്ലാം ഈ തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്താ? ഞങ്ങളെ രാജാവ് ഓടിച്ചു വിട്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ കാരണത്താൽ നീ ഞങ്ങൾക്ക് റഷദ് നൽകണം. മനസ്സിലാവും? ഒരു സബബ്. അതാണ്. അപ്പൊ ഇങ്ങനെ മൂന്നർത്ഥം പറയപ്പെടുന്നുണ്ട്. ഒന്ന് തജ്രീദ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും, മിൻ അംരിന കുല്ലഹ. രണ്ടാമത് തബഈൽ എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ കാരണത്താൽ, ഇപ്പൊ ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നത്തിന്റെ കാരണത്താൽ നീ ഞങ്ങൾക്ക് റഷദ് നൽകണം. മൂന്നാമത്തെ ഒരു അർത്ഥം എല്ലത്ത്, അതായത് സബബ്. ഈ ഒരു ഏതൊരു കാരണം കൊണ്ടാണോ ഞങ്ങൾ ഈ തീരുമാനം എടുത്തിട്ട് ഈ ഗുഹയിലേക്ക് വന്നത്, അതിൽ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു റഷദ് നൽകണം. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ വല്ലാതെ അതിന്റെ ഒരു വിശദീകരണത്തെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ബേജാറാവണ്ട. പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഒരു ഈ ഗുഹയുടെ ഡിസ്കംഫർട്ട്, അതിന്റെ അസൗകര്യം, അതിന്റെ ടൈറ്റ്നെസ്, ഇതൊക്കെ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ അകപ്പെട്ട ഈ ഗുഹ ഞങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നുമ്പോൾ ഇതിനെ നീ ഞങ്ങൾക്ക് വിശാലമായ ഒരു ലോകത്തിലേക്കുള്ള, അല്ലെങ്കിൽ വിശാലമായി ഞങ്ങളുടെ മനസ്സിനെ മാറ്റണേ എന്നാണ്. ഇപ്പോൾ ഇമാം ഇബ്നു തൈമിയയുടെ ഒരു വാചകമുണ്ട്. അതായത് ഇമാം ഇബ്നു തൈമിയയും അന്നത്തെ കുറെ പണ്ഡിതന്മാരെയും അന്നത്തെ അബ്ബാസി ഖലീഫ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറഞ്ഞാൽ അവർ ജയിലിൽ കടുത്ത പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ള സമാധാനത്തെക്കുറിച്ച് ഈ രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സമാധാനം കിട്ടാൻ വേണ്ടി അവർ ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സമാധാനത്തെക്കുറിച്ച് ഈ രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സമാധാനം ലഭിക്കാൻ വേണ്ടി അവർ ഞങ്ങളോട് യുദ്ധം ചെയ്യുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം, അവനിലുള്ള തവക്കുല്, അവനിലുള്ള പ്രാർത്ഥന, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ, ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ദുനിയാവ് എത്ര ഇടുങ്ങിയതാണെങ്കിലും ഏതു വലിയ ഗുഹയിൽ കൊണ്ടുപോയി നമ്മളിട്ടാലും നമുക്കത് വിശാലമായിട്ട് അനുഭവപ്പെടും. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ സ്മൃതിയിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് നമ്മൾ അകലെയും
അതിൽ നിന്ന് ധിക്കരിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഈ ദുനിയാവിന്റെ എത്രയും വിശാലമായ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ഇടുങ്ങിയതായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ വലിയ വലിയ ഒരുപാട് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് ലൈക്കും ഒരുപാട് പിന്നെ ആളുകൾ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ. ഇപ്പൊ ഇന്നലെ ഞാനൊരു ഒരു ഹിപ്നോ പിന്നെ ഈ മെന്റലിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, ഈ മെന്റലിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരാളെ കണ്ടു. അതായത് പല സെലിബ്രിറ്റികൾക്കൊക്കെ സൈക്കോളജിക്കൽ അഡ്വൈസ് കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ധാരാളം സെലിബ്രിറ്റികൾക്ക് സൈക്കോളജി കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പൊ ആ സെലിബ്രിറ്റികളോട് ഇദ്ദേഹം ചോദിക്കും, നിങ്ങൾക്കല്ലേ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, നിങ്ങൾക്കല്ലേ ഒരുപാട് സ്വത്തുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരുപാട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് നിങ്ങൾക്കുണ്ടല്ലോ. പക്ഷെ അവർ പറയുന്നത് വെച്ചാല് അതൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷെ അതൊക്കെ ഒരു പൊള്ളയായിട്ടുള്ള ഒരു പുറംപൂച്ച് മാത്രമാണ്. ഉള്ളില് അവരെല്ലാം അനുഭവിക്കുന്ന അനന്തമായ ഒരു മനസ്സംഘർഷമാണ്, മാനസികമായ സംഘർഷത്തിലൂടെയാണ് അവർ കടന്നു പോകണമെന്ന്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ലോകം എത്ര വിശാലമാണെങ്കിലും ഇത് നമുക്ക് ഇടുങ്ങിയതായിട്ട് തോന്നും. അങ്ങനെ തോന്നാറില്ല. ഇപ്പൊ നമ്മൾ നോക്കൂ, നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോ നമ്മുടെ വീട്ടില് റോൾസ് റോയ്സ് കാർ ഉണ്ടായത് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കൂലല്ലോ. ഉണ്ടാവോ? പെരടി വേദന ആണെങ്കിൽ 10 പവന്റെ മാല കഴുത്തിലുണ്ടെന്ന് വിചാരിച്ചിട്ട് പെരടി വേദനയുടെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവോ? എന്ന് മാത്രമല്ല, ആ പെരടി വേദന കൂട്ടുള്ളൂ ഈ 10 പവന്റെ മാല, അല്ലെ? അപ്പോ അതാണ് ശരിക്കും ഈ പ്രാർത്ഥനയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ്. വഹയ്യലനാമിൻ അംരിന റഷദ. ദുനിയാവ് എത്ര വിശാലമാണെങ്കിലും ഈ കഹഫ് എത്ര ഇടുങ്ങിയതാണെങ്കിലും ഈ കഹഫിൽ ഞങ്ങൾ അഭയം തേടിയിരിക്കുന്നു. നിന്നിലുള്ള തവക്കുല് പ്രതീക്ഷിച്ചിട്ട്, നിന്നിലുള്ള തവക്കുലിന്റെ ആ ഒരു പിന്നെ ഉദ്ദേശം, അത് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഇതിനെ വിശാലമാക്കി തരണേ എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പ്രാർത്ഥനയുടെ പവർ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് ഇത്. വഹയ്യലനാമിൻ അംരിന റഷദ. നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു, അത് ദീനായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ, ദുനിയാവായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ, ഒരു പുതിയ സംരംഭം, പുതിയ ഇനീഷ്യേറ്റീവ്, പുതിയ വീട്, പുതിയ വിവാഹം, മീൻസ് ഒരാളുടെ വിവാഹം, എന്താണോ അയാൾ ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ സംഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദ. അള്ളാഹുവിന്റെ ഒരു കാരുണ്യം അവിടെ നമുക്കുണ്ടാകും കേട്ടാ. ഇത് വളരെ സുപ്രധാനമായ സംഗതിയാണ്. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഈ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ, നമ്മൾ ഈ ദീനിന്റെ പിന്നെ ഈ വിഷയത്തിലൊക്കെ നമുക്ക് ഒരുപാട് തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പൊ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇസ്ലാമിന് തന്നെ ഒരുപാട് വേർഷൻ ഉണ്ടല്ലേ. പിന്നെ പല സംഘടനകള്, പിന്നെ സൂഫിസം, തരീഖത്ത്, ഇപ്പൊ എല്ലാം അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ പല ടൈപ്പ് ആത്മീയത ഉള്ളത് അല്ലെ. ഒരുപാട് ആത്മീയത. പിന്നാണ് ഞാൻ കണ്ടത്, നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി ഒരു കോഴ്സിന് 5000 രൂപ കൊടുത്തിട്ട് ചേരാം. അങ്ങനെ നമസ്കാരം പഠിപ്പിക്കാനല്ല, നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാനുള്ള ഒരു കോഴ്സാണ് പോലും. അതിന് 5000 രൂപ ഫീസാണ്. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാനുള്ള കോഴ്സ് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ആ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കണ പടച്ചവനെ അറിയാം. പക്ഷെ അതിൽ റീല് കണ്ടു നോക്കുമ്പോൾ ആളുകൾ കരഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ ഇത്രയും കാലം നിസ്കരിച്ചതൊക്കെ ബാത്തിലായോ പടച്ചവനെന്ന് ആലോചിച്ചിട്ടാണ് ഈ കരയുന്നത് പാവങ്ങള്. ഞാൻ ഇതൊക്കെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നേരത്തെ കാണിച്ചു തന്നെ. അതൊരു കോഴ്സ് ആക്കിയിട്ട് നല്ലതാണ് ചിലപ്പോൾ. ഒരു പക്ഷെ എനിക്കറിയില്ല കേട്ടോ ആ കോഴ്സിന്റെ കണ്ടിട്ട്, ഞാൻ ആ കോഴ്സിനെ വിമർശിക്കല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ദീനിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏതാണ് നമുക്ക് കൺഫ്യൂഷൻ? ഇപ്പൊ ഇന്നത്തെ കാലത്താണ് ഈ ഗുഹാവാസികൾ ഉറക്കം കഴിഞ്ഞിട്ട് വരണമെങ്കിൽ നമ്മൾ ചോദിക്കും, നിങ്ങൾ ഏത് തൗഹീദിലാ വിശ്വസിക്കണം, നിങ്ങളുടെ അക്കീദ എന്താ, ഏത് കിതാബാ, ഏത് ഷെയ്ഖ, ഏത് തരീഖത്താ? ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ വിചാരിക്കുക എന്നാ പിന്നെ ഗുഹയിലേക്ക് പോയി അവിടെ തന്നെ പോയി കിടന്ന് കുറച്ചും കൂടെ ഉറങ്ങാന്ന് വിചാരിക്കണ ഒരു കാലഘട്ടത്തിൽ നമ്മളുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ദീനിനെ നമ്മൾ അങ്ങനെ കുടുസാക്കി. ശരിക്കും ഈ മയ്യത്ത് നിസ്കാരം അല്ല മയ്യത്ത് കുളിപ്പിക്കുന്ന വിധം എല്ലാം പഠിപ്പിക്കാനെല്ലാം ഇങ്ങനെ ഇപ്പൊ പൈസ കോഴ്സാക്കിയിട്ട് എല്ലാത്തിനും കോഴ്സാണ്.
അതാണ്. അപ്പോ നമ്മള് അല്ല ചിലപ്പോ ഒരു പക്ഷേ ആം, ചില ആളുകൾക്ക് ജീവിക്കാൻ വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അവരതിന് പൈസ വാങ്ങിയത് കൊണ്ട് നമ്മൾ കുറ്റമൊന്നും പറയണ്ട ആരെയും, നമ്മൾ ആരെയും വിമർശിക്കുകയല്ല. പക്ഷെ ഞാൻ പറയുന്നത് ദീനിന്റെ ഈ ഇത്രയും ആ, പടച്ചോൻ വളരെ എളുപ്പമാക്കിയ ഈ ദീനിനെ ഇങ്ങനെ നമ്മൾ കാറ്റഗറിയിലാക്കി കള്ളിയും കുളത്തിലും ഒക്കെ ആക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ, വിൽപ്പനക്ക് വെക്കുന്നു. അല്ലദീന യഷ്തറൂന ബി ആയാത്തില്ലാഹി സമനം കലീല. അള്ളാഹിന്റെ ആയത്തുകളെ വിറ്റിട്ട് ചെറിയ ചെറിയ തുച്ഛമായ വില വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോ അത് ജൂതന്മാരെ കുറിച്ച് അഹ്ലു കിതാബിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, ഫവൈലുല്ലഹും മിമ്മാ കത്തബത് ഐദീഹിം ഫവൈലുല്ലഹും മിമ്മാ യക്സിബൂൻ. അങ്ങനെ എഴുതിയുണ്ടാക്കി അവര് നശിപ്പിച്ചതിനൊക്കെ അവർക്ക് നാശമാണ് ശിക്ഷ, അവർ സമ്പാദിക്കുന്നതിനും നാശമാണ് ശിക്ഷ. അപ്പൊ അള്ളാഹുവിന്റെ ഈ ദീനിന്റെ ഇൽമ് പറഞ്ഞു കൊടുക്കുന്നതിന് അതിനൊരു വിൽപ്പന ചരക്കാക്കി വെക്കുമ്പോൾ, അതേസമയം ജനുവിൻലി ഇപ്പം ഞാനിപ്പോ ഈ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോ ഇതിന് വേറെ പലതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. ചില ആളുകൾ ഖുർആൻ പഠിക്കുന്നതിന് പൈസ വാങ്ങുന്നതല്ലോ, ഖുർആൻ പഠനത്തിന് ഫീസ്, അതൊന്നും ഒരു തെറ്റായ ഒരു സംഗതിയൊന്നുമല്ല. എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് അത് വേണ്ടി വരും, നിർബന്ധമായിട്ട് വേണ്ടി വരും. പക്ഷേ അതിനെ വിൽപ്പന ചരക്കാക്കുമ്പോൾ, അത് ഇന്നത്തെ കാലത്ത് പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയാക്കി അതിനെ മാറ്റുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതൊരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഒരുപാട് വേർഷൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികളിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികൾ എന്തുകൊണ്ട് ഈ നാസ്തികതയിലേക്ക് പോകുന്നു? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? യുക്തിവാദത്തിലേക്ക് പോകുന്നു. കാരണം അവരൊരു പള്ളിയിൽ പോയാൽ ആ പള്ളിയിൽ കേൾക്കുന്ന കുത്തുബ എന്താ? പലപ്പോഴും ഒരേ ഒരു വേർഷൻ, അത് മാത്രമേ ശരിയുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിലാണ്. ആ കുത്തുബ പറയുന്ന ആളും അവിടെ ഇരിക്കുന്ന അയാളെ ഫോളോ ചെയ്യുന്ന ആളുകൾ മാത്രമേ സ്വർഗത്തിലുള്ളൂ, ബാക്കിയൊക്കെ നരകത്തിലാണ്. നരകത്തെക്കുറിച്ച് കേട്ട് കേട്ട് അവസാനം പറയും, അപ്പം മമ്മൂട്ടി മോഹൻലാലും ഇന്നസെന്റും ഒക്കെ ഉള്ള ഒരു നരകം, ഇവിടെ കുറെ കിളവന്മാരുള്ള ഒരു സ്വർഗം, എന്നാ പിന്നെ അതിലത്തേക്ക് പോകാന്ന് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാല്, ചെറുപ്പക്കാർ പിള്ളേരെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ ആയിരിക്കും? ഞാനത് തമാശ പറഞ്ഞിട്ടോ, അതിനകത്ത് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കണ്ട. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ പുതിയ തലമുറ ചിന്തിക്കുന്ന രൂപത്തിൽ ദീനിനെ നമ്മൾ കുടുസാക്കി മാറ്റിക്കും. ഞാൻ പറയുന്നത് ഈ ഗുഹാവാസികളുടെ കഥ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് ഈ ദീനിന് എളുപ്പം. ഇപ്പൊ ഈ ഗുഹാവാസികൾക്ക് എത്ര അറിയാം? അവരുടേതായിട്ട് അള്ളാഹു വേറെ ഒന്നും പറഞ്ഞില്ല. അവരെവിടുന്ന് വന്നു, എവിടെ ജനിച്ചു, എത്ര ആളുണ്ടായിരുന്നു, എത്ര കാലം ഗുഹയിൽ താമസിച്ചു, ഇതൊന്നും അള്ളാഹ് പറയാതെ ആകെ പറഞ്ഞേക്കണ അവരുടെ ഒരു പ്രാർത്ഥനയാണ്. അവർ ഗുഹയിൽ പോയി ഒറ്റ പ്രാർത്ഥന പറഞ്ഞു, അല്ല 300 വർഷം അവർ ഉറങ്ങി. ഇത് മാത്രം അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ ഗുഹാവാസികൾ. പിന്നെ പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോ അവരുടെ കയ്യിലുള്ള ഭക്ഷണം മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി. സിമ്പിൾ ആയിട്ടുള്ള സംഗതി അള്ളാഹ് പറഞ്ഞേക്കണം. നിങ്ങൾക്ക് ദീനിൽ വിശ്വസിക്കാൻ ഒരുപാട് കാര്യമൊന്നും വേണ്ട, ഒരുപാട് അറിവൊന്നും വേണ്ട. അറിവ് വേണം, അറിവ് അനിവാര്യമാണ്. പക്ഷെ ഒരുപാട് അറിവില്ലെങ്കിലും ഈ ദീനിന്റെ പരിപൂർണമായ വഴിയിൽ നിലകൊള്ളാൻ സാധിക്കും, ഉറപ്പാണ്. ഒരു ഒരു സാധാരണ കൂലിവേലക്കാരൻ ഒരു പക്ഷെ വലിയ പണ്ഡിതനേക്കാളും ആത്മീയത ഉള്ള ആളായിരിക്കും, തഖ്വ ഉള്ള ആളായിരിക്കും. ഒരു പണ്ഡിതൻ ഒരുപാട് പ്രഭാഷണം നടത്തുന്ന, ഖുർആൻ ക്ലാസ് നടത്തുന്ന ആളൊക്കെ ആയിരിക്കും. പക്ഷെ അയാളെക്കാളും തഖ്വ ചിലപ്പോ ഒരു ചായക്കട നടത്തുന്ന ഒരു സാധാരണക്കാരിൽ ഉണ്ടായേക്കാം. നമ്മുടെ മനസ്സാണ് പ്രധാനം. മനസ്സിൽ എത്ര തഖ്വയുണ്ട്, മനസ്സിൽ എത്ര ആത്മീയത ഉണ്ട്, അതാണ് പ്രധാനം. അല്ലാതെ നിങ്ങൾ എത്ര വിവരമുണ്ട്, എത്ര ഹാവഭാവങ്ങളുണ്ട്, വേഷഭൂഷാദികളുണ്ട്, ഇതൊന്നും അള്ളാഹു നോക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതാണ് ഇതിന്റെ അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥന കൊണ്ട് വാതിലുകൾ തുറക്കും, പ്രാർത്ഥന കൊണ്ട് വാതിലുകൾ അടക്കപ്പെടും. പ്രാർത്ഥനകൾ എല്ലാറ്റിനും നമുക്ക് പ്രചോദനവും പ്രേരണയും സഹായവും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരുപാട് സംഗതി. അതിന് 300 വർഷം ഉറങ്ങാൻ 3 സെക്കൻഡുള്ള ഒരു പ്രാർത്ഥന തുണയായെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇത്രയും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ മതിയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പ്രാർത്ഥനയെ ഉൾക്കൊള്ളാൻ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ റഷദിന്റെ മാർഗത്തിൽ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെല്ലാവരെയും തുണക്കുമാറാകട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റെന്നേരം ഞാൻ വീഡിയോ ഉണ്ടാകാം. മറ്റെന്നേരം ഏതൊരു ഇമാമ് പറയും അള്ളാൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സൂറകള് ഫാത്തിഹ, സൂറത്തുൽ കഹഫും പിന്നെ സൂറത്തു യാസീൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൂറാന്നോ? അങ്ങനെയാണോ വീഡിയോ കണ്ടത്? ഒരു പണിച്ച് ആ വീഡിയോ ഒന്ന് എനിക്ക് അയച്ചു തരുമോ മോൻ? കാണാനില്ല.
കാണാനില്ല. ഓക്കെ, അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൂറ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് അയച്ചു തരണേ. പക്ഷെ അങ്ങനെ ഇല്ല. ഖുർആൻ മൊത്തത്തിലാണ് ഹുദ, സന്മാർഗം. പക്ഷെ ചില സൂറകൾക്ക് പ്രത്യേകത പറയും. ഇപ്പൊ സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതിയാൽ അത് മുൻജിയത്ത്, അല്ലെ? സൂറത്തുൽ മുൽക്ക് മുൻജിയത്താന്ന് പറയുന്നത്. ഖബറിലെ സൂറത്തുൽ ഫത്തഹ് റസൂലിന് ഇഷ്ടപ്പെട്ട സൂറത്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂൽ അതായിരിക്കും ഒരുപാട് ചിലപ്പോ പറയുന്നത്. സൂറത്തുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഹൂദ്, സൂറത്ത് ഹൂദിനെ കുറിച്ച്, ഷയ്യബത്തിന് ഹൂദ് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പല പല. അപ്പോ അങ്ങനെ റസൂലിന് പോലും അങ്ങനെ ഇഷ്ടപ്പെട്ട സൂറ എന്നല്ല പറഞ്ഞേക്കണം. അതായത് ഓരോരോ സൂറത്ത്, ഇപ്പൊ ഉദാഹരണത്തിന് കൽബുൽ ഖുർആനാണ് യാസീൻ എന്ന് പറയും. അറൂസുൽ ഖുർആനാണ് റഹ്മാൻ എന്ന് പറയും. വാഖിയ ഓതിയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പറയും. വിഖായാണ് അത്. സൂറത്തുൽ മുൽക്ക് മുൻജിയത്ത് ആണ് എന്ന് പറയും. സൂറത്തുൽ ബഖറ നിങ്ങൾ വീട്ടിൽ ഓതിയാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ ശൈത്താൻ പ്രവേശിക്കില്ല എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൂറത്ത്, മറ്റൊന്നും ഇഷ്ടമില്ലാത്ത സൂറത്ത്, അങ്ങനെ ഒരു അർത്ഥം ഇല്ലല്ലോ. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹ് ഇറക്കിയത്? അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് മാത്രം ഇറക്കിയാൽ പോരായിരുന്നോ? അപ്പൊ അതെല്ലാം ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം ആ സൂറത്തിന്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് അറിയിച്ച് അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് അയച്ചു തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇതൊക്കെ പരിശോധിക്കാം. പക്ഷെ ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ മുഴുവനും ബർക്കത്താണ്. ഖുർആൻ മുഴുവനും ഹുദയാണ്. ഖുർആൻ മുഴുവനും സന്മാർഗമാണ്. എല്ലാ സൂറത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن دليلنا إلى جناتك جنات النعيم. اللهم اجعل القرآن العظيم شفيعا لنا يوم القيامة. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم انفعنا بما علمتنا. اللهم علمنا بما ينفعنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. വലൈക്കും അസ്സലാം.